An outpost for the communist movement in the country as a whole. So from this land, drawing inspiration from its revolutionary traditions, the resolve in this Congress is that yes, these are very formidable challenges that are there before us, formidable not only for the country, not only for our secular democratic constitutional order, but formidable for the advance of the struggles of the working people, of the people in our country generally, for a better livelihood against this exploitative order that is there in our country, for a revolutionary change moving forward towards achieving our objective. That is a formidable challenge that we have, a multi-pronged challenge. The resolve to meet the challenge arises by the fact that this Congress was held here and all decisions were taken with unanimity or near unanimity, and that speaks of the degree of cohesion and unity in the party, its determination and its resolve in meeting the challenges of today. സഖാക്കളെ, ഈ പ്രഖ്യാപനമാണ് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. 23ാമത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഭൂമികയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. ഈ ഭൂമിക കണ്ണൂരിന്റെ ഭൂമി, വിപ്ലവ രക്തസാക്ഷികളുടെ മരിക്കാത്ത മഹത്തായ ചരിത്രത്തിന്റെ ഭൂമിയാണ്. ഇതാണ് കയ്യൂരിന്റെ മണ്ണ്. ഇതാണ് മഹത്തായ രക്തസാക്ഷികളുടെ ജീവസമർപ്പണത്തിന്റെ ചരിത്രമുള്ള മണ്ണ്. കണ്ണൂരിൽ ഒരു ചെറിയ സംഘം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ഈ കേരളത്തിനകത്ത് ചെറിയ സംഘം രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഈ സംസ്ഥാനത്താകെ വ്യാപിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലാകെ വ്യാപിച്ചു. ഈ കണ്ണൂരിന്റെ മണ്ണിൽ കെട്ടിപ്പടുത്ത ആ ചെറിയ പാർട്ടിയാണ് കേരളത്തിലാകെ ആവേശം വിതറിക്കൊണ്ട് അതിരുകളില്ലാത്ത രൂപത്തിൽ തൊഴിലാളികളെയും മറ്റ് വർഗവിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ പാർട്ടിയായി മാറിയത്. ഈ ഭൂമി കണ്ണൂരുമുള്ളത് കേരളത്തിന് മാത്രം ആവേശം നൽകുന്ന ഇടമല്ല. ഇപ്പൊ രാജ്യത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് അതിരുകളില്ലാത്ത ആവേശം പകരുന്ന മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണയുമുള്ളത്. ഈ മണ്ണിൽ നടന്ന ഈ കോൺഗ്രസ് എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കുന്നതിന് വേണ്ടി പാർട്ടിക്ക് കരുത്തു നൽകുന്നതാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ തൊഴിലാളി വർഗത്തിന്റെ മാത്രം വെല്ലുവിളികളല്ല. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ അടിത്തറ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. തൊഴിലാളി വർഗത്തിന് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ആവശ്യമാണ്. മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടേണ്ടതുണ്ട്. ചൂഷണം ഇല്ലാതാക്കുന്നതിനും വിപ്ലവകരമായ മുന്നേറ്റവും അനിവാര്യമാക്കാൻ നമുക്ക് കഴിയണം. ഇവനുള്ള പ്രവർത്തനങ്ങളാണ് ഈ പാർട്ടി കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വെല്ലുവിളികളാകെ ഏറ്റെടുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രഖ്യാപനമാണ് പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഈ പാർട്ടി കോൺഗ്രസിന്റെ സവിശേഷത, ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് ഏകകണ്ഠമായിട്ടാണ്. 23ാം പാർട്ടി കോൺഗ്രസിന്റെ എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായിട്ടാണ്. ഇത് ഈ പാർട്ടിയുടെ ശക്തിയുടെ പ്രതിഫലനമാണ്. ഇത് ഈ പാർട്ടി എല്ലാ വെല്ലുവിളികളെയും നേരിടുമെന്നുള്ള പ്രഖ്യാപനത്തിന്റെ ശരിയായ പ്രതിഫലനം കൂടിയാണ്. But when we speak of our determination and resolve, we have the Prime Minister of India who says that the left today has become a marginal force. It is there only in one corner of India, that is Kerala. But at the same time, he adds, though it has become a marginal force, it is a force. It has an ideology that has to be combated and defeated. Our class enemies, recognize the fact that this ideology is something that is an ideology that will continue to seek the overthrow of this exploitation in our society, to seek the overthrow of this exploitative order. So they recognize that our strength and therefore treat us as the principal enemy in order to attack us, to intimidate us, to instill fear. Like you've heard Comrade Kodiyeri talk about that murder that they did in Tellicherry. But that won't deter us. That also has been said. But the fact remains, why is it that from they saying one corner of the country that we are confined to, but yet a force that has to be contended and defeated? That reminds me of the fact that what you're seeing on the screen there, sometimes you see Marx, Engels, Lenin and Stalin. You see Stalin's poster in his military
outfit and fatigues. And it was Comrade Stalin. When the fascist army of Hitler invaded the Soviet Union, it encircled Moscow. He had given the call saying that we'll have to get a toehold, a small corner of the German land, and once we capture that, we shall drive the German fascists out of the Soviet Union till they reach Berlin, and we will reach Berlin to announce to the world that fascism has been defeated. It was this red flag that announced to the world that fascism has been defeated, that red flag which Hitler set out to destroy. And therefore, any hopes that people nurture today, that this is a force that can be destroyed or it is weakened, it will vanish, we must remind them. History is testimony to the fact there is not a power on earth that can either destroy or even dilute this red flag and the power of the red flag and the power of the people of our world. They will rise in revolt and will rise for their liberation. That is a historic inevitability. How fast we do it or not, that depends on us, and that is what the decisions we have taken in this Congress to hasten that process in India. സഹകളെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, ഇടതുപക്ഷം ഒരു ചെറിയ മൂലയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷം പാർശ്വത്തിൽ വളരെ ചെറുതായി കഴിഞ്ഞിരിക്കുന്നു. കേരളം എന്ന ഒരു ചെറിയ ഇന്ത്യയുടെ മൂലയിൽ മാത്രമാണ് ഇന്ന് ഇടതുപക്ഷമുള്ളത്. എന്നാൽ ഇത് പറഞ്ഞ പ്രധാനമന്ത്രി അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. അത് ഈ പ്രത്യയശാസ്ത്രം അവർ ചെറുതാണെങ്കിൽ പോലും ഈ പ്രത്യയശാസ്ത്രം ഏറെ ഭയപ്പെടേണ്ടതാണ്. ഈ പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്തേണ്ടതാണ്. അപകടകരമായ പ്രത്യയശാസ്ത്രമാണ് ഇത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഇത്രമാത്രം ചെറുതായ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ പ്രത്യയശാസ്ത്രം ചരിത്രപരമായ മുന്നേറ്റത്തിൻ്റെതാണ്. ഈ പ്രത്യയശാസ്ത്രം ചൂഷണ ആധിപത്യം ഇല്ലാതാക്കുന്നതിന് കരുത്തു പകരുന്ന പ്രത്യയശാസ്ത്രമാണ്. ഈ പ്രത്യയശാസ്ത്രം എല്ലാ വെല്ലുവിളികളും മറികടക്കുന്നതാണ്. കുടിയേരി ഇവിടെ നടന്നിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു മൂലയിൽ മാത്രം ഒതുങ്ങുമ്പോഴും അവനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്രമാത്രം ശ്രദ്ധിക്കുന്നു, കേന്ദ്രീകരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. നോക്കൂ, ഈ സ്ക്രീനിൽ, അപ്പുറത്തുള്ള സ്ക്രീനിൽ നിരവധി നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വരുന്നുണ്ട്. മാർക്സിന്റെയും എംഗൽസിന്റെയും ചിത്രങ്ങൾ വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ സ്റ്റാലിന്റെ മിലിറ്ററി യൂണിഫോം ധരിച്ചിട്ടുള്ള ചിത്രവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓർക്കണം, ഫാസിസം, ഹിറ്റ്ലറി റഷ്യയിലേക്ക് കുതിച്ചു കയറിക്കൊണ്ട് സോവിയറ്റ് യൂണിയനിലേക്ക് മുന്നേറി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സോവിയറ്റ് മോസ്കോയുടെ ഒരു മൂലയിലേക്ക് ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒതുക്കി. എന്നാൽ ആ മൂലയിൽ നിന്ന് ഒതുക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ മൂലയിൽ നിന്ന് ചെമ്പട ആർത്തിരമ്പിക്കൊണ്ട് മുന്നേറി. ആ ചെമ്പട റഷ്യയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ഫാസിസത്തിന്റെ ഹിറ്റ്ലറുടെ പട്ടാളത്തെ ആട്ടിപ്പായിച്ചു. അവിടെയും നിന്നില്ല. ആ ചെമ്പട ബെർലിനിലേക്ക് കുതിച്ചു. ആ ചെമ്പട ബെർലിനിലേക്ക് കുതിച്ചുകൊണ്ട് ഈ ചെമ്പതാക ഉയർത്തിക്കൊണ്ട് ആ ചെമ്പട പറഞ്ഞു, ലോകത്തിതാ ഫാസിസം അവസാനിച്ചിരിക്കുന്നു. ഫാസിസത്തെ അവസാനിപ്പിച്ചൊരു പതാകയുണ്ട്. ആ പതാകയാണ് ഈ ചെങ്കൊടി. അത് മോഡിക്കറിയാം, അത് BJP സർക്കാർ അറിയാം. ഈ ശക്തിയാണ് അവർ ഭയപ്പെടുന്നത്. ഈ ചരിത്രം അവർ മനസ്സിലാക്കണം. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ ചെങ്കൊടിയെ, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ദുർബലപ്പെടുത്താൻ പോലും കഴിയില്ല എന്ന് ഈ ചരിത്ര പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നുള്ള പാഠവും ഉൾക്കൊള്ളേണ്ടതുണ്ട്. Cpim പാർട്ടി കോൺഗ്രസ് സമാപന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംസാരിക്കുകയാണ്. Because the RSS requires the unitary state structure for its Hindutva communal Rashtra. But in meeting these challenges, well, we want all secular forces to come together and unitedly face this challenge. You have parties like the Congress Party. We invite them to come and join us in the seminar. But they don't respond. Not only do they don't respond, if some of their leaders come and join, those leaders are threatened with disciplinary action to be taken. So we have to tell all the secular parties, particularly the Congress, if you are what you claim to be as a secular party, as a secular force,
then you decide where you stand. Whatever be our political differences and the fights, if on this issue of secularism, of democracy, of federalism, of defense of India's constitutional order, if on those issues you're not willing to come together, then that credentials themselves become suspect. So it's up to the Congress party to decide where it stands. And that is something that the people of Kerala have, through their experience, seen through. And this is something that they will have to answer to the country. ഈ 4 മാനങ്ങളിലുള്ള വെല്ലുവിളികളെയും ഒറ്റയ്ക്കും ഒന്നിച്ചും നേരിടേണ്ട സമീപനങ്ങളെക്കുറിച്ചാണ് പാർട്ടി കോൺഗ്രസ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് എല്ലാ മതനിരപേക്ഷ ശക്തികളും ഇന്ന് രാജ്യം നേരിടുന്ന അപകടം തിരിച്ചറിയണം. ഈ സാഹചര്യത്തിനനുസരിച്ച് അവർ ഉയരണം. ഇന്ത്യൻ ഭരണഘടനയെയും മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ അവരെല്ലാവരും കൈകോർക്കേണ്ടതുണ്ട്. സിപിഎമ്മിന്റെ 23ാം കോൺഗ്രസ് വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. മതനിരപേക്ഷത, ജനാധിപത്യം, ഫെഡറലിസം ഇങ്ങനെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സെമിനാറുകളാണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. ഫെഡറലിസത്തെ കുറിച്ച് പറയുമ്പോൾ BJP RSS സംവിധാനം ഈ രാഷ്ട്രത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ തീട്ടൂരം എന്നുള്ളത് എല്ലാ ഔദ്യോഗിക വിനിമയങ്ങൾക്കും ഹിന്ദി ഭാഷ നിർബന്ധമാക്കണമെന്നുള്ളതാണ്. വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി സ്കൂളുകൾ ഉൾപ്പെടെ പൂർണ്ണമായും നിർബന്ധമാക്കണമെന്നുള്ളതാണ്. ഈ രാജ്യം ഭാഷാടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ ഉൾച്ചേരുന്ന ഒരു യൂണിയനാണ്. അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ ഭാഷാപരമായ അവകാശങ്ങളെ പൂർണ്ണമായും കവർന്നെടുക്കുകയും ഫെഡറൽ ഘടനയെ തകർക്കുകയുമാണ് ഈ പ്രഖ്യാപനം വഴി സർക്കാർ ആഭ്യന്തരമന്ത്രി ശ്രമിക്കുന്നത്. ഇത് ഹിന്ദുത്വ വർഗീയ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഫെഡറൽ ഘടനയുടെ അട്ടിമറിക്കാനുള്ള ശ്രമവുമാണ്. അതുകൊണ്ട് നമ്മൾ മതനിരപേക്ഷ ശക്തികൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഞങ്ങൾ മതനിരപേക്ഷ ശക്തികളോട് ഈ അഭ്യർത്ഥന നടത്തുന്നു. എന്നാൽ നോക്കൂ, ഈ സെമിനാറിൽ പങ്കെടുക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. രാജ്യത്തിന്റെ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളെയും മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിൽ പങ്കെടുത്ത അവരുടെ നേതാക്കന്മാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്ന സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് നിങ്ങൾ മതനിരപേക്ഷതയിൽ നിൽക്കുന്നത്? നിങ്ങൾ ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്നു. നിങ്ങളുടെ അവകാശപ്പെടലിനൊപ്പമാണോ നിങ്ങളുടെ പ്രയോഗം എന്ന് നിങ്ങൾ തെളിയിക്കണം. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ജനാധിപത്യവും ഫെഡറലിസവും ഭരണഘടനയും സംരക്ഷിക്കുമെന്ന പോരാട്ടത്തിൽ അത്തരം വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇതാണ്. കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ മതനിരപേക്ഷതയ്ക്കൊപ്പമാണോ? അത് ഈ രാഷ്ട്രത്തോട് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാകണം. Finally, comrade, the work that the LDF government has done in its first term on this occasion and now having been re-elected, the pro-people's policies that has been implemented, and as a result of that, people-centric policies, today Kerala has not only the country's highest indicators of human development indices, but it also has a human development indices that match the European countries and in some aspects are much higher. That if this is possible in Kerala as a part of India, if this is possible in Kerala, where people can live harmoniously irrespective of which religion they belong to, whether they are atheist or a religious person, nobody in India, in Kerala questions. This is the only state in the country where anybody can come here, he will not be asked to identify himself on the basis of his religion or caste. He will be treated as a human being, and that is the way it should be, and that is the society. If this is possible in India, why is it not possible elsewhere in India? Why is it not possible that such conditions can be created in other parts of India?
That is why these policies, this alternative, as a pro-people alternative, carrying that to the people and saying it is possible. It is possible to create such a society whereby equality, respect, democracy, and tackling the actual issues of people's day-to-day life can be done. It is being done in Kerala, and that is the way we should emulate in other parts of the country. That will be a part of the campaign of the Cpim all over India, saying that if it's possible in Kerala, why not rest of India? And in that process, target and expose this Modi government that is looting both our country and ruining the lives of our people. അവസാനമായി LDF കേരളത്തിൽ ജനപക്ഷ നിലപാടുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നാം LDF സർക്കാർ ജനപക്ഷ നടപടികൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. ഇതിന്റെ ഭാഗമായി കേരളം അഭിമാനകരമായ സ്ഥാനം കൈവരിക്കുകയുണ്ടായി. മാനവ വികാസ സൂചകങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന്റെ മറ്റു പല പ്രദേശങ്ങൾക്കും കേരളം ഒരു മാതൃകയാണ്. മാനവ വികാസ സൂചകങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം നിൽക്കാനും ചില സൂചകങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ മികവ് കൈവരിക്കാനും ഈ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നതുമുള്ളത് ഏറെ അഭിമാനകരമാണ്. എങ്ങനെയാണ് കേരളത്തിന് ഇത് കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങൾക്ക് ഇത് കഴിയാതെ വരുന്നത്? കേരളത്തിന്റെ പ്രത്യേകത, കേരളത്തിന് മാത്രമുള്ള ഇന്നത്തെ ഇന്ത്യയിലെ പ്രത്യേകത, മതത്തിന്റെ അതിരുകൾക്ക് അതീതമായി മനുഷ്യരെ സമീപിക്കുന്നതുമുള്ളതാണ്. കേരളം ഇന്ത്യയിലെ മറ്റെല്ലാ പ്രദേശങ്ങളും വ്യത്യസ്തമായി ഇവിടെ ഏതൊരാൾക്കും മതത്തിന്റെ വിഭജനങ്ങളില്ലാതെ കടന്നു വരാമെന്നുള്ളതാണ്. കേരളത്തിലേക്ക് വരുന്ന ഏതൊരാളെയും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെന്ന നിലയിൽ പരിഗണിക്കുന്നതുമുള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് കേരളത്തിൽ സാധ്യമാകുന്നു, എന്തുകൊണ്ട് ഇന്ത്യയിൽ മറ്റിടങ്ങളിൽ സാധ്യമാകുന്നില്ല? ഇത് രാജ്യമാകെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തുല്യതയുടെ അടിസ്ഥാനത്തിൽ, ജനാധിപത്യ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വികസന സമീപനത്തിന്റെ കാര്യത്തിൽ ഈ ബദൽ സമീപനം ഈ രാജ്യമാകെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക്, മറ്റു പ്രദേശങ്ങളിലേക്ക് കേരളത്തിന്റെ ഈ വികസന മാതൃക എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരവേല ഏറ്റെടുക്കണമെന്നാണ് CPIM കരുതുന്നത്. എന്തുകൊണ്ട് കേരളം, എന്തുകൊണ്ട് മറ്റിടങ്ങളിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് മോഡി സർക്കാരിനെ ഈ BJPയും തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരവേലയുടെ ഭാഗമായി നടത്തണം എന്ന ഉത്തരവാദിത്വം CPIM ഏറ്റെടുക്കുന്നു. So finally, my dear comrades and friends, people of Kerala have given immense love to this red flag. They have immense respect, and they have with courage fought for their rights under the red flag. That gives us both not only support but also the confidence that this is possible and this can be taken up in other parts of India. So while appealing to all of you to continue with not only with your support but to further strengthen the support so that we can create a new social order, a new life for our children, for our future, at the same time to come forward, to carry this struggle forward in the rest of India so that we can create a better India. We can first save India today and create a better India tomorrow, whereby the respect for equality, irrespective of caste, class or gender, irrespective of caste, creed or gender, that can be established as a universal truth, while working for the improvement in the lives of our people, eventually to move towards an exploitation-free society. That is the direction that the CPM has chosen to move forward on, and I would call upon the people of Kerala and through you, the people of India, to extend their full support so that together we can save India and change India for the better in the days to come. Thank you very much. My red salutes to all of you. കേരളം ചെങ്കൊടിയെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്നു. കേരളം ചെങ്കൊടിയെ ചേർത്ത് പിടിക്കുന്നു. കേരളത്തിന്റെ ഈ ചെങ്കൊടിയോടും ഈ പ്രസ്ഥാനത്തോടുമുള്ള സ്നേഹമെന്നുള്ളത് പിന്തുണ മാത്രമല്ല, ഇന്ത്യയിൽ മാറ്റം സാധ്യമാകുമെന്ന ആത്മവിശ്വാസം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പകർന്നു നൽകുന്നു. ഇന്ത്യ മാറ്റാൻ കഴിയും. ഇന്ത്യയിലെ മറ്റിടങ്ങളിലേക്കും ഈ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പുതിയ സാമൂഹ്യ ക്രമം നമ്മുടെ ഭാവിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്കും
നമ്മുടെ കുട്ടികളുടെ ഭാവിക്കും വേണ്ടി സാധ്യമാകും. അവരെ കേരളം ഇന്ത്യക്ക് വഴിവെളിക്കുകയാണ്. ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. ഇന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നത് നല്ലൊരു ഇന്ത്യ നാളെ കെട്ടിപ്പടുക്കാനുള്ള മുന്നുപാധിയാണ്. മതത്തിന്റെയും ജാതിയുടെയും അതിരുകൾക്കപ്പുറത്തേക്കുള്ള വികാസമായ ലോക തത്വം എന്നുള്ളത് ചൂഷണ വിമുക്തമായ ഒരു ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നുമുള്ളതാണ്. ആ പോരാട്ടം നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം, ഒന്നിച്ച് ശക്തിപ്പെടുത്താം. നമുക്ക് ഇന്ത്യയെ സംരക്ഷിക്കാം, നമുക്ക് ഇന്ത്യയെ മാറ്റി തീർക്കാം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.